എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CBSE 10ാം തരം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE വെബ്സൈറ്റ് ആയിട്ടുള്ള results.cbse.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. റിസൾട്ട് അറിയാനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു വെബ്സൈറ്റിൽ മുകളിലായിട്ട് തന്നെ 2025 റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ഇവിടെ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ ക്ലാസ് എക്സ് 2025 അനൗൺസ്ഡ് ഓൺ 13th May 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ക്ലാസ് എക്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് 10 എന്നാണ്. എക്സ് എന്നുള്ളത് റോമൻ ലെറ്ററിലുള്ള ഒരു 10th എന്നുള്ള നമ്പറാണ്. അപ്പോൾ അവിടെ ക്ലാസ് 10th 2025 റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതൊരു ലിങ്കാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് CBSE results.nic.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നേരത്തെ, അതായത് ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു 12th റിസൾട്ടായിരുന്നു നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സാമിനേഷൻസ് റിസൾട്ട്സ് 2025 ബ്രോട്ട് യു ബൈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു പേജിൽ 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിയാനുള്ള 3 ലിങ്ക്, അതുപോലെ +2ൻ്റെ CBSE റിസൾട്ട് അറിയാനുള്ള 3 ലിങ്ക് ഈ ഒരു രീതിയിൽ താഴെ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇവിടെ ക്ലാസ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്കാണ്. അപ്പോൾ ഇവിടെ ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3 ഈ ഒരു രീതിയിൽ 3 ലിങ്കുകൾ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 ലിങ്കുകൾ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിവിധ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പരിശോധിക്കുന്നതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ ആ ഒരു റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഈ റിസൾട്ട് ഈ ഒരു നിരവധി വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ സമയം റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കിട്ടാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തടയുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഈ ഒരു 3 ലിങ്കുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 2ാമത്തെ ലിങ്കാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ ക്ലാസ് 10th 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ട്. അതായത് എൻ്റർ യുവർ റോൾ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ റോൾ നമ്പർ നൽകുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ്, അതാണ് സ്കൂൾ നമ്പറാണ്. സ്കൂൾ നമ്പർ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ഒരു കോഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് സ്കൂൾ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു കലണ്ടറിൻ്റെ ഒരു സിമ്പിൾ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർഷം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അവിടെ വന്നത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എൻ്റർ അഡ്മിറ്റ് കാർഡ് ID എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ID നിങ്ങളുടെ ഈ ഒരു ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻസ് ഒന്നും സാധാരണ ഈ ഒരു CBSE റിസൾട്ടിൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കാറില്ല. CBSE സ്കൂൾ വൈസ് റിസൾട്ടുകൾ നിങ്ങളുടെ സ്കൂളുകൾക്ക് മാത്രമേ ലഭ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ ചോദിച്ചാൽ മതി. അതുപോലെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് റിസൾട്ട് ചോദിക്കുക. കാരണം അവരുടെ ഈ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ അവരുടെ റോൾ നമ്പർ അറിയണം, അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയണം, അതുപോലെ അഡ്മിറ്റ് കാർഡ് ID അറിയണം. ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് അറിയാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ റിസൾട്ട് മാത്രം പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.